ഗായ്സ് നമ്മള് ഒരു രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ ഈ ബോട്ടയിലാണ് ഞാൻ പൊന്നു അമ്മ പൊന്നു പറയുന്നത് ബോട്ടയിലാണ്. അടിപൊളിയാട്ടെ, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ പൊന്നൊക്കെ ഒന്ന് ഉറങ്ങിപ്പോയി. എനിക്കാണെങ്കിൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ ഇടാറുണ്ട്. അപ്പൊ എനിക്ക് എത്രത്തോളം കേൾക്കാമെന്ന് അറിയില്ല. കേട്ടില്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ ചെയ്യാം. പൊന്നു ഉറക്കാണ്. പൊന്നു ഇത് കണ്ടിട്ട് കുഞ്ഞും. പിന്നെ ജയിക്കബ് ചായ കുടിക്കാനുള്ള. ഇനി നമ്മൾ ഇവിടുന്ന് 4 മണിയാകുമ്പോൾ ഈ ബോട്ടയിൽ ഇറങ്ങി നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുക. അടുത്ത ഡെസ്റ്റിനേഷൻ ഞങ്ങൾ പറയില്ല. നിങ്ങൾ അവിടെ ചെന്ന് കണ്ടിട്ട് ബാക്കി പറഞ്ഞാൽ മതി. അവിടെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ആരൊക്കെന്ന് ജയക്കൂടി ഇടയ്ക്കൊന്ന് ബോറടിച്ചു. കാരണം ഞാൻ പറഞ്ഞു അവന്റെ പ്രായത്തെ പറ്റി ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അങ്ങനെ. അവന് അങ്ങനെ കളിക്കാനൊന്നും പറ്റില്ല. ഇവിടെ അടിപൊളിയായിരുന്നു. അടിപൊളി രസമാണ്. അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം രാവിലെ 10 മണി തൊട്ട് 4 മണി വരെ വൈകുന്നേരം എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ രാവിലെ 10 മണിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ കഴിച്ചിട്ട് ഇത് കയറുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. പിന്നെ സ്നാക്സിന് കൂടി ഒരു കടയുണ്ട്. അവിടെ കടയെന്നല്ല ഇതുണ്ട്. അവിടെ നമുക്ക് സ്നാക്സ് പൈസ എടുത്ത് മേടിക്കാം. പിന്നെ ലഞ്ചിന് പൈസ എടുക്കണം. അതിൻ്റെ ഒരു ടോക്കൺ തരും. ആ ടോക്കൺ ഇട്ട് നമുക്ക് ഫുഡ് ഓഫർ ആയിരുന്നു. അതിന്റെ വീടൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. എന്നോട് ക്ഷമിക്കാം. അങ്ങനെ ഗൈസ് പിന്നെ ദേ ഹൗസ് ബോട്ടൊക്കെ ഉണ്ട്. അടിപൊളി രസമായിരുന്നു കേട്ടോ. ഹൗസ് ബോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്രയ്ക്കായിരുന്നു. പിന്നെ ഇവിടെ നല്ല വ്യൂ ആയിരുന്നു കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഫാമിലി ആയിട്ട് വന്നിരിക്കുമ്പോൾ അടിപൊളിയാണ്. നമുക്ക് സംസാരിച്ചിരിക്കാം. എനിക്കാണെങ്കിൽ സ്നാക്സൊക്കെ കഴിക്കാം. അങ്ങനെ അടിപൊളിയായിരുന്നു. കാഴ്ചകളാണെങ്കിൽ പോലും നമുക്ക് അത്രയും ബോറൊന്നും അടിക്കില്ല. കണ്ടിരിക്കാം. പിന്നെ ഞാൻ ഇന്ന് ഒത്തിരി ഇങ്ങനെ സംസാരിക്കാത്തതിൻ്റെ കാരണം വോയിസ് ഓവർ ചെയ്യണതിൻ്റെ കാരണം അവിടെ തന്നെ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ടിലെ സോങ്ങും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്തത്. അടിപൊളി രസമായിട്ടൊക്കെ. ഇനി ഒരു പ്ലെയിൻ ഏരിയ ആണേ, നോക്കട്ടോ. അതെ, പ്ലെയിൻ ഏരിയ ആയിട്ട് എന്ത് രസമാണെന്ന് പറയാം. അതിൻ്റെ കൂടെ ഇടയ്ക്ക് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. മേലേന്ന് ഏറ്റവും മേലെ ചൂണ്ടയൊക്കെ ഇടയ്ക്ക് ഇടുന്നുണ്ടായിരുന്നു. ഒരു അടിപൊളിയായിരുന്നു. അടിപൊളി വ്യൂ ആട്ടത്. ചില്ലൊക്കെ തുറന്ന് അടിപൊളി വ്യൂ ആണ്. ആ ബോട്ട് ഹൗസ് ആണത്. അടിപൊളി വീടുമല്ല ബോട്ട് ഹൗസ്. ഒരു അടിപൊളി വ്യൂ ആണ്. നമ്മളതിലൊന്നുമല്ല ഇവിടെ ഇരിക്കണേ. പിന്നെ ജേക്കബ് വഴക്കായിരുന്നു സൈഡ് സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ ദേഷ്യപ്പെടാൻ തുടങ്ങി. 2 പേർക്ക് സൈഡ് സീറ്റാണ്. പിന്നെ അത് അവിടെ ബ്ലൂ ബോട്ടുണ്ട്. ഭയങ്കര സ്പീഡിൽ പോവാണ് കണ്ടോ. കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ജേക്കബിൻ്റെ ആ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെയൊക്കെ ഡാൻസ് ആയിരുന്നു. 2 പോലീസുകാരുണ്ടല്ലോ. അതിൽ ഈ ഡാൻസ് കളിക്കുന്ന ഒരാളാണ് പാട്ട് എപ്പോഴും പാടും. മറ്റേ പോലീസുകാർ ബാക്കിൽ നിൽക്കുന്ന പോലീസുകാരൻ ഈ നിർദ്ദേശങ്ങൾ തരുവാണ് ചെയ്യണം. ഒരു നല്ല ഡാൻസും വൈബൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു കാണാനും കളിക്കാനും. നമുക്ക് അത്രയും ബോറടിക്കില്ല. ഇവരൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ സംസാരിച്ച് ഡാൻസ് കളിച്ചൊക്കെ ഇരിക്കും. അതാണ് ഒരു വൈബ് കേട്ട് ഇരിക്കും.
പിന്നെ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ സ്നാക്സൊക്കെ മേടിക്കുന്ന ഒരു കട പോലത്തെ സ്ഥലം. അതൊക്കെ സ്നാക്സ് ഐസ്ക്രീം എന്ത് വേണമെങ്കിലും മേടിക്കാം. പിന്നെ ഓരോരുത്തരൊക്കെ മിക്സായിട്ടായിരുന്നു വരുന്നത്. നല്ല രസമായിരുന്നു, അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു, ഭയങ്കര രസമായിരുന്നു. ഇനി അടുത്തൊരു ഡെസ്റ്റിനേഷനിൽ നമ്മൾ പോകുന്നുണ്ട്. 4 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി നമ്മൾ വേറെ ഡെസ്റ്റിനേഷനിൽ പോകുന്നുണ്ട്. അത് ഉടൻ തന്നെ പറയണതായി കിട്ടും. ഇത് കണ്ട അടിപൊളിയാണ്, നിങ്ങൾ തന്നെ കണ്ടോളൂ. അങ്ങനെ ഗൈസ് നമ്മളത് കഴിഞ്ഞ് ബസ്സിൽ കയറി ഒരു പാട്ടൊക്കെ ആയിട്ടോ. ഇനി നമ്മൾ നേരെ പോണത് ബീച്ചിട്ടാണ്, ആലപ്പുഴ ബീച്ചാണ്. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മൾ ബീച്ചിലെത്തി. കണ്ടോ, എനിക്ക് അന്നേരം കൃത്യം അതായിട്ട് എടുക്കാൻ പറ്റില്ല. ഇവിടെ എന്തോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ആകാശൂനാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാറാമ്മയ്ക്ക് ഓടുകയാണ്, അവൾക്ക് വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് ഓടായിരുന്നു. തിരുമാലയൊക്കെ വന്ന് ഡ്രസ്സൊക്കെ ശരിക്കും നനഞ്ഞ്, ഡ്രസ്സ് നനഞ്ഞെങ്കിൽ ഞങ്ങൾ കളിച്ചു തന്നാലും. അതിന് ഞങ്ങൾ കണ്ടവിടെ ഫുഡ് കഴിക്കാനുള്ള ഇതൊക്കെയാണ്, നല്ല ഫുഡ് കഴിക്കാം. പിന്നെ ആകാശൂനാൽ പരിപാടികൾ, അതൊക്കെ അവിടെ കളിക്കുന്ന ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പൈസ കൊടുക്കണം, അതുകൊണ്ട് ഞങ്ങളിൽ കയറിയില്ല. അങ്ങനെ ഗൈസ് പരിപാടിയുടെ എൻ്റെ അകത്തേക്കും ബസ്സൊക്കെ കയറി ഇട്ടു. പിന്നെ ഐസ്ക്രീമൊക്കെ കുറേ ഞങ്ങൾ കഴിച്ചു. എൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ. എല്ലാവരും അടിപൊളി ട്രിപ്പൊക്കെ പോയി, എല്ലാവരും ഉറക്കമായിരുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.